ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. ചൊവ്വാഴ്ച +2 പരീക്ഷയും അവസാനിക്കും. ഏപ്രിൽ 3-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 2,955, ഗൾഫ് മേഖലയിൽ 7, ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ തിങ്കളാഴ്ച അവസാനിച്ചു. 26-ന് +2 പരീക്ഷയും അവസാനിക്കും. ഏപ്രിൽ 3-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 2,955, ഗൾഫ് മേഖലയിൽ 7, ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. റെഗുലർ വിഭാഗത്തിൽ 4,27,105 വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേരും പരീക്ഷ എഴുതി. മലയാളം മീഡിയത്തിൽ 1,67,772 വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ 2,56,735 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ഒപ്പം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തതയാർന്ന യാത്രയെപ്പൊരുക്കിയും പരീക്ഷ അവസാനിച്ച ദിവസം സന്തോഷം പങ്കുവച്ചുമാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത്. പരീക്ഷകൾ മികച്ച രീതിയിൽ എഴുതാൻ സാധിച്ചതായും പരീക്ഷാ കാലഘട്ടം കഴിഞ്ഞതിൽ സന്തോഷവും അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ പങ്കുവച്ചു. ഒപ്പം SSLC പരീക്ഷ കഴിഞ്ഞ് പിരിയുമ്പോൾ കൂട്ടുകാരെ പിരിയുന്നതിലുള്ള ദുഃഖവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. SSLC എക്സാം കഴിഞ്ഞ കുട്ടികളാണ്. എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ആഘോഷിച്ചാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഫീലുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിനും. പിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് വരെ അറിയില്ല. എല്ലാവരും ഇനി റിസൾട്ട് വരുമ്പോൾ പേടിയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഒത്തിരി സങ്കടമുണ്ട് ഇവർ വിട്ടു പോകുന്നതിന്. പിന്നെ എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകളും ഏപ്രിൽ 3-ന് ആരംഭിക്കും. 8 ക്യാമ്പുകളിലായി 2,200 അധ്യാപകർ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം. മാർച്ച് 31 ഈസ്റ്റർ ദിനത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഉണ്ടാകില്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.